എന്താ ഡോക്ടർ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? പേഷ്യന്റ് ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ചു മുമ്പ് ബോധം വന്നോന്നല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്താ ശരിക്കും സംഭവിക്കുന്നത്? കാലം എന്നിൽ നിന്നും എന്തെങ്കിലും അർത്ഥം മുറിച്ചു മാറ്റുകയാണോ? അധികകാലം ഈ സമൃദ്ധിയുടെ വേഷം കെട്ടാൻ ഇനി എനിക്കാവില്ല. ഗൂഗിളിനോട് ക്ഷമ പറയാനല്ലാതെ മറ്റൊന്നും സാധിക്കില്ല. വർഷത്തെ ഈ വീട്ടിലെ ഓർമ്മകളെക്കാൾ എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഓരോ അണുവിലും തുടിച്ചു നിൽക്കുന്നത് എൻ്റെ സച്ചേട്ടൻ്റെ ഓർമ്മകളാ. അധികം താമസിയാതെ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി തിരിച്ചു പോയേ പറ്റൂ. എന്താടോ, എന്തു പറ്റി? താനിതിൽ ഉറങ്ങിയില്ലേ? എന്താന്നറിയില്ല, ഉറക്കം വന്നില്ല, ഒരു പരവേശം. ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? വേണ്ട, കുറച്ച് വെള്ളം കുടിച്ചാൽ മാറും. അവളുടെ കഴുത്തി കിടക്കുന്ന താലി നീ കെട്ടിയതാണെന്ന് ഇപ്പോഴും അവൾ വിചാരിക്കുന്നത്. ബിജുക്കുട്ട, ഏത് വാർഡിലാ സച്ചി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഫോൺ വിളിച്ച ആള് വേറെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഏത് വാർഡിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ആശുപത്രിയിലുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സിസ്റ്ററെ, സച്ചി എന്ന് പറഞ്ഞ ആള് എന്റെ കൈയും കാലും വരച്ചിട്ട് വയ്യ, നമുക്ക് പോയി നോക്കാം. പക്കല് വാ. നമ്മുടെ വീട്ടിൽ പോക്കുന്ന് മുടങ്ങും. ഇയാളുടെ ഊരും പേരും അറിയാതെ ഇട്ടിട്ട് പോണത് എങ്ങനെ? സച്ചി, സച്ചി, എടാ സച്ചി, കണ്ണുറക്കടാ. ഇത് ഞാനാ ബിജുക്കുട്ടൻ. സച്ചി, കണ്ണുറക്കടാ. വക്കീലും വന്നിട്ടുണ്ട്. സച്ചി, നിങ്ങൾ ഇയാളുടെ ബന്ധുക്കളാ? ഞങ്ങള് ബന്ധുക്കളല്ല, കൂട്ടുകാരാ. ആരായാലും മതി. ഇയാളുടെ പേരും ഊരുമൊന്നും അറിയാതെ ഞാനാകെ പേടിച്ചിരിക്കുമായിരുന്നു. ഇത് സച്ചി, എന്റെ സുഹൃത്താ. അപ്പൊ നിങ്ങളാരാ? ഞാൻ അഡ്വക്കേറ്റ് ആരതി വർമ്മ. ഓ, വക്കീലാണോ? അതെ. അല്ല, മാഡം എന്താ ഇവിടെ? ഡോക്ടർ, ഇതെന്റെ ഫ്രണ്ടാ സച്ചി. ഓ, സച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സൂയിസൈഡ് അറ്റംപ്റ്റാ. ദാ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. എൽദോസ് മത്സ്യത്തൊഴിലാളിയാ. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ കേസുമായിട്ട് ഇവിടെ വരാറുണ്ട്. എന്താ ഡോക്ടർ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? പേഷ്യന്റ് ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ചു മുമ്പ് ബോധം വന്നോന്നല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ ഡോക്ടർ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ അവസ്ഥയിൽ നിന്ന് ഇയാൾ സർവേ ചെയ്ത് തന്നെ ഒരു അതിശയം. പക്ഷേ ഇയാളുടെ സൈലൻസ് ഒരു പ്രോബ്ലം. ചിലപ്പോ ബോധം വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ശരിയാവും.
അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നോക്കേണ്ടി വരും. വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ഉണർന്നു കഴിയുമ്പോ എന്നൊന്ന് അറിയിച്ചാൽ മതി. ശരി ഡോക്ടർ. ശരി. ചേട്ടാ ഒന്ന് വന്നേ. സച്ചി, സച്ചി, കണ്ണു തുറക്ക് സച്ചി. ഞാനാ വിളിക്കുന്നത്. ഇങ്ങനെ തോറ്റു കൊടുക്കാനാണോ സച്ചി ഇത്രയും നാള് കഷ്ടപ്പെട്ടത്? സച്ചി, കണ്ണു തുറക്ക് സച്ചി. സച്ചി, അല്ല എൽദോസ് ചേട്ടാ, ശരിക്കും എന്താ സംഭവിച്ചേ? ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ കടലിൽ പോകാൻ റെഡിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാ കടൽപ്പാലത്തിൽ നിന്ന് ഒരാൾ ചാടുന്നത് കണ്ടത്. ഉടനെ എടുത്ത് ചാടി വലയെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. അല്ലാതെ കളയാൻ പറ്റുമോ? കടൽ സത്യം. കടലമ്മ അങ്ങനെയാ, ആരെയും കൊണ്ടുപോകത്തില്ല. ചേട്ടൻ രക്ഷിച്ചത് സച്ചി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാ. ചേട്ടാ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് പ്ലീസ് ഇത് വാങ്ങണം. അനിയ, കടലിൽ വലയിടുന്നത് മീൻ പിടിക്കാനാ, അല്ലാതെ മനുഷ്യന്റെ ജീവൻ തൂക്കി വയ്ക്കാനല്ല. അനിയൻ ഇത് കയ്യിൽ വെച്ചോ. ഇതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു തിന്നാ ഞങ്ങൾക്കത് ഇറങ്ങില്ല. പാവങ്ങളാണെങ്കിലും ഞങ്ങളും മനുഷ്യരാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. കാണാം. ആ ശരി. സച്ചി, ഇയാൾ എന്തായി ചെയ്ത്? വേറെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ സച്ചിക്ക് തോന്നിയല്ലോ. ആരോടാ സച്ചി ഈ വാശി കാണിച്ച്? എന്നോടോ അതോ അർച്ചനയോടോ? സച്ചി, ഇതിനു മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാം നേരെയായി വരാൻ തുടങ്ങുമ്പോഴാ സച്ചി ഇങ്ങനെ ചെയ്തത്. ഇനിയും സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. സച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ പോവാ. വക്കീലേ, സച്ചി,